ഇസ്രയേലിന്റെ റമാത്ത് ഡേവിഡ് എയർബേസിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വിമാനങ്ങളും ഇന്ധന സംഭരണ യൂണിറ്റുകളും ഉൾപ്പെടുന്ന ഡ്രോൺ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ പിന്തുണയുള്ള ലെബനീസ് സായുധ സംഘം ഹിസ്ബുള്ള. റോക്കറ്റുകളെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹ്രസ്വദൂര അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെ പ്രത്യക്ഷമായ സൈനിക ഇൻഫ്രാസ്ട്രക്ചറിനെ എടുത്തുകാണിക്കുന്ന ഏറെ കൃത്യതയുള്ള ദൃശ്യങ്ങളാണ് ഹിസ്ബുള്ള പുറത്തുവിട്ടിരിക്കുന്നത്. 8 മിനിറ്റിലധികം ദൈർഘ്യമുള്ള വീഡിയോ ചൊവ്വാഴ്ചയാണ് ചിത്രീകരിച്ചതെന്നാണ് വിവരം. ഡ്രോൺ പിടിച്ചെടുത്ത ദൃശ്യങ്ങളിൽ ചിലത് മാത്രമാണെന്ന അടിക്കുറിപ്പോടെയാണ് ഹിസ്ബുള്ള ഈ വീഡിയോ പുറത്തുവിട്ടത്. ലെബനീസ് സായുധ സംഘം പുറത്തുവിട്ട വീഡിയോ പരമ്പരയിലെ മൂന്നാമത്തേതാണിത്. ഇസ്രയേലിന്റെ നിരീക്ഷണവും ഒരുക്കങ്ങളും എത്രത്തോളം എത്തിയെന്ന് മനസ്സിലാക്കാനും അവ പ്രദർശിപ്പിക്കപ്പെടണമെന്നും ഉദ്ദേശിച്ചാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് ലെബനീസ് ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. ആദ്യം പുറത്തുവിട്ട വീഡിയോയിൽ ഇസ്രായേലി തുറമുഖ നഗരമായ ഹൈഫയും രണ്ടാമത്തേതിൽ ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിലെയും ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു. നിരീക്ഷണ ഡ്രോൺ ഉപയോഗിച്ചാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നും എന്നാൽ സൈനിക താവളത്തിന്റെ പ്രവർത്തനങ്ങളെ ഇതൊന്നും ബാധിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ സൈനിക വക്താവ് എക്സിൽ കുറിച്ചു. ഈ ദൃശ്യങ്ങൾ ഹിസ്ബുള്ളയുടെ സൈനിക രഹസ്യാന്വേഷണ കഴിവുകളെ പ്രകടിപ്പിക്കുന്നതാണെന്ന് ലെബനനിലെ ബെയ്റൂത്തിൽ നിന്ന് അൽ ജസീറയുടെ സീന ഖാദർ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ തങ്ങളുടെ ലക്ഷ്യങ്ങളെ വിശാലമാക്കുകയാണെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയിലുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള സന്ദേശമാണിതെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ വിശാലമാക്കാൻ നെതന്യാഹു തീരുമാനിച്ചാൽ അതിനെ നേരിടാനും ലെബനീസ് സംഘം സുസജ്ജരായിരിക്കുകയാണെന്നും സീന ഖാദർ അവരുടെ റിപ്പോർട്ടിങ്ങിനിടയിൽ വിശദമാക്കുന്നുണ്ട്. ഗസയ്ക്കെതിരെയുള്ള ഇസ്രായേൽ യുദ്ധവും അതിർത്തി സംഘർഷങ്ങളും മിഡിൽ ഈസ്റ്റിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒക്ടോബർ മുതൽ ഗസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ കുറഞ്ഞത് 39,145 പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ. ഫലസ്തീൻ അധികൃതരുടെ കണക്കനുസരിച്ച് പ്രദേശത്തെ 2.3 ദശലക്ഷം നിവാസികളിൽ ഭൂരിഭാഗവും പലായനം ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 8 മുതൽ ഹിസ്ബുള്ള ഇസ്രായേലിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഹിസ്ബുള്ളയുടെ നിലപാട്. ഇസ്രയേലും ലെബനീസ് സായുധ സംഘവും തമ്മിലുള്ള സൈനിക സംഘർഷത്തിൽ 350ഓളം ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം കുട്ടികൾ, പത്രപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 100-ലധികം സിവിലിയന്മാരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. ഇസ്രായേലിലാകട്ടെ 10 ഇസ്രായേലി സിവിലിയന്മാരും ഒരു വിദേശ കർഷക തൊഴിലാളിയും 20 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്.